പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറിയതിൽ രൂപപ്പെട്ട പക, ദിവസങ്ങൾ നീണ്ട ആസൂത്രണം, തടഞ്ഞുവെച്ച് വയറ്റിൽ കത്തികുത്തിയിറക്കി, പെട്രോൾ ഒഴിച്ച് തീ കൊളുത്തി. കൊലപാതക കുറ്റത്തിനാണ് ജീവപര്യന്തം തടവ്. തടഞ്ഞുവെക്കലിന് 1 മാസം തടവ് അധികമായി വിധിച്ചു. ശിക്ഷ ഒന്നിച്ചനുഭവിച്ചാൽ മതി. ശിക്ഷാവിധി കേൾക്കാൻ കവിതയുടെ അച്ഛനും അമ്മയും എത്തിയിരുന്നു. വിധി പറയും മുൻപും ശേഷവും പ്രതി അജിൻ റെജി മാത്യു ഭാവഭേദം ഏതുമില്ലാതെയാണ് കാണപ്പെട്ടത്. പ്രതി IPC 341 302 പ്രകാരം കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരുന്നു. അതിൽ 341 പ്രകാരം 1 മാസം തടവിനും 302 പ്രകാരം ജീവപര്യന്തം കഠിന തടവിനും അതുപോലെ തന്നെ 5 ലക്ഷം രൂപ പിഴയും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട്. പിഴ പ്രതി അടയ്ക്കാത്ത പക്ഷം പ്രതിയുടെ സ്വത്തുവകളിൽ നിന്ന് ഈടാക്കാവുന്നതും ആ തുക മരണപ്പെട്ട പെൺകുട്ടിയുടെ കവിതയുടെ അച്ഛനും അമ്മയ്ക്കും തുല്യമായി വീതിച്ചു നൽകാനും ബഹുമാനപ്പെട്ട കോടതിയുടെ വിധിയിലുണ്ട്. 2019 മാർച്ച് മാസം 12-ാം തീയതി രാവിലെ 9:15 സംഭവം. തിരുവല്ല റെയിൽവേ സ്റ്റേഷൻ റോഡിൽ കവിത MLDക്ക് പഠിച്ചിരുന്ന വിദ്യാഭ്യാസ സ്ഥാപനത്തിന് തൊട്ടടുത്തായിരുന്നു സംഭവം. തടഞ്ഞു നിർത്തിയ കവിതയെ പ്രതി അജിൻ റെജി മാത്യു വയറ്റിൽ കത്തികൊണ്ട് കുത്തുകയും തുടർന്ന് പെട്രോൾ ഒഴിച്ച് തീ വയ്ക്കുകയുമായിരുന്നു. എന്തിനാണ് കൊലപ്പെടുത്തിയതെന്നറിയില്ലെന്ന് പറഞ്ഞ മാതാപിതാക്കൾ പ്രതി ഇനി വെളിച്ചം കാണരുതെന്നാണ് ആഗ്രഹിച്ചത്. പ്രതിയുടെ പ്രായം കോടതി വിധിയെ സ്വാധീനിച്ചിരിക്കാമെന്ന് അവരും കരുതുന്നു. സന്തോഷം തോന്നി, സങ്കടവും തോന്നി. അവൻ എന്റെ കുഞ്ഞിനെ ഇല്ലാതാക്കിയവന് അതുപോലുള്ള ശിക്ഷയായിരുന്നു കൊടുക്കേണ്ടത്. നമുക്ക് പറയാവുന്നല്ലേ പറ്റത്തുള്ളൂ. വധശിക്ഷ പ്രതീക്ഷിച്ചിരുന്നു. എന്നാൽ കോടതി വിധിയിൽ പരിപൂർണ തൃപ്തിയാണെന്ന് അച്ഛൻ വിജയകുമാർ വ്യക്തമാക്കി. പരമാവധി ശിക്ഷ കൊടുത്തെന്ന് ഞാൻ വിശ്വസിക്കുന്നു. തൃപ്തന. തിരുവല്ല മുൻ സർക്കിൾ ഇൻസ്പെക്ടർ PR സന്തോഷാണ് കേസ് അന്വേഷിച്ചത്. സത്യസന്ധവും നീതിയുക്തവുമായ അന്വേഷണമാണ് ഉണ്ടായതെന്ന് ജഡ്ജി GP ജയകൃഷ്ണൻ അഭിപ്രായപ്പെട്ടു. മികവാർന്ന കേസ് നടത്തിപ്പിന് പബ്ലിക് പ്രോസിക്യൂട്ടറെയും കോടതി അഭിനന്ദിച്ചു. പുലർച്ചെയാണെങ്കിലും എല്ലാ ഷോപ്പുകളും കാര്യങ്ങളും തുറന്നു വരുന്ന ഒരു സമയമായിരുന്നു. പിന്നീട് അതുവഴി കടന്നു പോകുന്ന ആൾക്കാർ, ആ കൃത്യം കണ്ട ആൾക്കാരെ കണ്ടെത്തുക, അങ്ങനെ ഈ പ്രതി വീട്ടിൽ നിന്ന് ഇറങ്ങി കൃത്യം നടത്തുന്ന സമയം വരെ എത്തിയ ഓരോ മിനിറ്റുകളും അത് കൃത്യമായി തെളിവിൻ്റെ രൂപത്തിൽ കോടതിയിൽ എത്തിക്കാൻ കഴിയുക, ഈ ഒരു ശ്രമകരമായ ജോലിയാണ് പോലീസിൻ്റെ ഭാഗത്ത് കോടതിയിൽ എത്തിക്കുന്നതിന് വേണ്ടി ഞങ്ങൾ ചെയ്തത്. അന്വേഷണ ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം കിട്ടാവുന്നതിൽ പറ്റിയ ഏറ്റവും വലിയ ഒരു അംഗീകാരമാണ്. തീർച്ചയായിട്ടും ഏറ്റവും വലിയ അംഗീകാരമാണ്. അതിൽ വളരെ സന്തോഷം. അത് പോലീസിൻ്റെ ഭാഗമായി എല്ലാ പോലീസിൻ്റെ ഭാഗമായി നിന്നതിൽ ആ കൃത്യമായി കോടതിയിലെത്തിച്ച് അങ്ങനെ ഒരു അപ്രീസിയേഷൻ കിട്ടിയതിൽ സന്തോഷിക്കുന്നു. കേസിൽ പ്രധാന തെളിവായത് CCTV ദൃശ്യങ്ങളാണ്. കവിത ആക്രമിക്കപ്പെടുന്നത് ഇതിൽ വ്യക്തമായിരുന്നു. ഇന്ധന പമ്പിൽ നിന്നുള്ള ദൃശ്യങ്ങൾ പ്രതിയുടെ ആസൂത്രണത്തിന് തെളിവായി. ATM കാർഡ് ഉപയോഗിച്ച് നടത്തിയ പണമിടപാട് ഇന്ധനം വാങ്ങിയതിന് മറ്റൊരു രേഖയായി. കവിതയും അജിനും തമ്മിൽ നടത്തിയ ചാറ്റുകളുടെ വിവരങ്ങളും ഇരുവർക്കുമിടയിലെ സൗഹൃദവും പിണക്കവും പറയുന്നതായി മാറി. ദൃക്സാക്ഷികളായി ചേർക്കപ്പെട്ടവർ കോടതിയിൽ കണ്ട കാര്യങ്ങൾ അപ്പാടെ വെളിപ്പെടുത്തുകയും ചെയ്തു. കേസിൽ 89-ാം ദിവസം കുറ്റപത്രം നൽകി. എന്നാൽ കോടതി പ്രതിക്ക് ജാമ്യം അനുവദിച്ച് ഉത്തരവായി. 90 ദിവസം പിന്നിട്ട ശേഷമാണ് കുറ്റപത്രം നൽകിയതെന്ന പ്രതിഭാഗം വാദം അംഗീകരിച്ചായിരുന്നു നടപടി. അപ്പീലുമായി അന്ന് പോലീസ് ഹൈക്കോടതിയിൽ വരെ പോയി. ജാമ്യം റദ്ദാക്കി. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം അനുവദിക്കുന്നതിന് മാനദണ്ഡങ്ങൾ നിശ്ചയിച്ച് ഉത്തരവ് വരുന്നതിലേക്ക് വരെ കാര്യങ്ങൾ എത്തി. അയിരൂർ സ്വദേശി വിജയകുമാറിന്റെയും ഉഷയുടെയും 3 പെൺമക്കളിൽ ഇളയവളായിരുന്നു 19 വയസ്സ് മാത്രം പ്രായമുണ്ടായിരുന്ന കവിത. ആക്രമണത്തിൽ 70% പൊള്ളലേറ്റ യുവതി 8 ദിവസം നീണ്ട ചികിത്സകൾക്കൊടുവിൽ കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ മരണത്തിന് കീഴടങ്ങി. CK അഭിലാൽ, മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട.